ഗൈസ്, കുറേ പേരെന്നോട് ചോദിച്ചു ട്രിപ്പ് പോയിട്ട് എന്താ ഷോർട്സും വീഡിയോയും ഒന്നും എടുത്തില്ലേ, ഒന്നും കാണാനില്ലല്ലോ എന്ന്. കുറേ വീഡിയോസൊക്കെ ഡെയിലി 3-4 പോസ്റ്റ് ചെയ്യുന്നതാണല്ലോ, ഒരു ട്രിപ്പ് കഴിഞ്ഞപ്പോൾ വീഡിയോ ഒന്നും കാണാനില്ലെന്ന്. കാരണം വേറൊന്നുമല്ല ഗൈസ്, എനിക്ക് ഒന്നിനും സമയം കിട്ടില്ല. നമ്മൾ വീട്ടിലൊന്ന് ജസ്റ്റ് ലാൻഡ് ചെയ്തതേ ഉള്ളൂ ഗൈസ്. വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ 2 ദിവസമായിട്ടുള്ളൂ. എനിക്ക് വീട്ടിൽ കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു, പിന്നെ കുഞ്ഞിൻ്റെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഒന്ന് സെറ്റിലായി വന്ന് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോഴാണ് ഞാൻ വീഡിയോസൊക്കെ പതിയെ എഡിറ്റ് ചെയ്ത് തുടങ്ങിയത് ഗൈസ്. ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. നമ്മൾ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതിൻ്റെ അന്ന് എടുത്തതാണ്. അപ്പോൾ എല്ലാ പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമ്മളത് അഖിൽ നേരെ എയർപോർട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു. ബാഗും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം നല്ലതായിട്ടുണ്ടായിരുന്നു, കൊച്ചും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് നമ്മൾ ചെക്കിംഗ് ബാഗേജിൽ നമ്മൾ ഒരു 2 ബാഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ബാഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് റിക്സൻ ചേട്ടൻ എന്താ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഗേറ്റിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈമായി. നമ്മളിതാ ഫ്ലൈറ്റിൽ കയറി ഗൈസ്. അങ്ങനെ തുന്നുകുട്ടി ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 4-മത്തെയോ 3-മത്തെയോ ഫ്ലൈറ്റാണ് കയറുന്നത്. 3-മത്തെയാണെന്ന് തോന്നുന്നു, 3-മത്തെ ഫ്ലൈറ്റ്. ഇവന് ആദ്യമായിട്ട് നാട്ടിൽ നിന്ന് നമ്മൾ റായ്പൂർക്ക് കൊണ്ടുവന്നത് ഫ്ലൈറ്റിലായിരുന്നു. അപ്പം ഡയറക്റ്റ് ഫ്ലൈറ്റ് അല്ലായിരുന്നു എന്ന് തോന്നുന്നു, ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ ഇവൻ 2-3 പ്രാവശ്യം അങ്ങനെ കയറിയിട്ടുണ്ട് ഫ്ലൈറ്റിൽ. ആൾ ഹാപ്പിയാണ്. ഫ്ലൈറ്റിൽ കയറുമ്പോഴത്തേക്കും ആദ്യത്തെ ഫ്ലൈറ്റ് ആയിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, ഇവൻ്റെ എന്തായിരിക്കും, ചെവി അടയുമോ, ഫീഡ് ചെയ്തുകൊണ്ടിരിക്കണോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഗൈസ് ടേക്ക് ഓഫിൻ്റെ ടൈമായി. പതിയെ ഫ്ലൈറ്റ് ഒന്ന് ടേക്ക് ഓഫ് ആയി വന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പേടിച്ചു. ഒരു ½ ആൻ അവറോളം ഭയങ്കര ഷേക്കിംഗ് ആയിരുന്നു. റിക്സൻ ചേട്ടൻ അങ്ങനെ പേടിച്ചിരിക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല ഗൈസ്. അങ്ങനെ ഒരു അരമണിക്കൂർ പേടിച്ച് വിറച്ചിരുന്നതിന് ശേഷം ഫ്ലൈറ്റ് ഒന്ന് എന്താ പറയുക, നല്ല സ്മൂത്തായിട്ട് പോകാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ സത്യം പറഞ്ഞാലൊന്ന് ആശ്വാസമായത്. ഞാൻ ഓർത്ത് ദൈവമേ തീർന്നു കഥയെന്ന്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് അലുവയും ചിപ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വാങ്ങിച്ച് ഞാൻ എൻ്റെ ബാഗിൽ വെച്ചപ്പോഴത്തേക്കും റിക്സൻ ചേട്ടൻ എന്നെ കുറേ ചീത്ത പറഞ്ഞു, എന്തിനാണ് ഇതൊക്കെ കൊണ്ടുപോകുന്നത്, നമ്മൾ ഫ്ലൈറ്റിലല്ലേ പോകുന്നത്, 1 അവർ കൊണ്ട് നമ്മൾ എത്തും, വെറുതെ ഇതൊക്കെ മേടിച്ച് പോയത് പൈസ കളയുന്നത് എന്തിനാന്നൊക്കെ. എന്നിട്ട് ഞാനിത് കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റിൽ വെച്ച് എനിക്ക് വിശന്നപ്പോൾ എടുത്തപ്പോഴത്തേക്ക് ആദ്യം തന്നെ ഇത് ഫുള്ള് കൈയിട്ട് വാരിയത് റിക്സനാണ് ഗൈസ്. എന്നിട്ട് ഞാൻ പറയുമായിരുന്നു, മനുഷ്യ നിങ്ങളല്ലേ പറഞ്ഞത് ഇത് എടുക്കണ്ടെന്ന്, നിങ്ങൾ തൊട്ട് പോരുതെന്നൊക്കെ പറയുമായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് റിക്സൻ ചേട്ടൻ തന്നെയാണ് ഒരു 3/4 ഭാഗം തിന്നത്. എനിക്ക് വെറും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 പീസ് കിട്ടിയെന്ന് മാത്രമേ പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞൊരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ കൊച്ചു ഉറങ്ങി കേട്ടോ. ആദ്യം കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഭയങ്കര ക്രാങ്കി ആയിരുന്നു. അവൻ ഇന്നലത്തെ ദിവസം എന്ന് പറയുന്നത് ഉറങ്ങിയിട്ടേ ഇല്ലായിരുന്നു. അതുകൊണ്ട് അവൻ കുറച്ച് ബഹളമൊക്കെ വെച്ച് പിന്നെ ചിപ്സും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഗൈസ് ആകാശിൻ്റെ അവിടെ നിന്ന് ചിപ്സൊക്കെ കഴിക്കാൻ എന്താ സുഖമല്ല, ഇത്ര പൈസ കൊടുത്തിട്ട് ചിപ്സ് കഴിക്കാൻ ഫ്ലൈറ്റ് കയറി ഇതുപോലെ ആയിപ്പോയി. അങ്ങനെ ഞങ്ങൾ 2 പേരും ഒന്ന് ഉറങ്ങി, നല്ലപോലെ ഉറങ്ങി കേട്ടോ. ചിപ്സും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. റിക്സൻ ചേട്ടനാണ് സത്യം പറഞ്ഞാൽ കൂടുതൽ കഴിച്ചു എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഗൈസ്. കാരണം എവിടെ പോയാലും ഇങ്ങനെ തന്നെയാണ്. എന്ത് സാധനം ഞാൻ പാക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ പറയാം വേണ്ട എടുക്കണ്ട, എന്തിനും ഇതൊക്കെ വേസ്റ്റ് ആണെന്നൊക്കെ. പക്ഷേ ആദ്യം തന്നെ റിക്സൻ ചേട്ടൻ തിന്നു തീർക്കും, അത് വേറൊരു കാര്യം. അങ്ങനെ ഞങ്ങൾ ഡൽഹി ലാൻഡ് ചെയ്തു ഗൈസ്. ഇനി ബാക്കിയുള്ള വീഡിയോസിൽ കാണാം അടുത്ത വിശേഷങ്ങൾ.